ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞു പോയി. ആ പിണങ്ങിപ്പോയ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഒരു ലവ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പില്ലോ മെത്തേഡ്. ഇത് നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് റിസൾട്ടിൻ്റെ വേഗത വളരെയധികം കൂടും. കാരണം പ്രോപ്പറായിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കിടന്നുറങ്ങുന്ന സമയത്തും അത് വർക്കായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആ ഒരു ലാസ്റ്റ് തോട്ട് അതായതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷന് ഒരു 10 ഇരട്ടി വേഗത കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, 100% റിസൾട്ട് കിട്ടും. ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഒരു പേപ്പറിൽ ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ആ സെൻറ്റൻസ് ഒന്ന് പറയാം. നിങ്ങൾ പറയുന്ന സമയത്ത് താഴത്തൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ചില ആളുകൾക്ക് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് അത് ആ കമൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പിന്നീട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ സെൻറ്റൻസ്. ആ വ്യക്തിയുടെ പേര്, ഓക്കെ, പേര് പ്ലസ് അവൾ തിരിച്ചു വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. അല്ലെങ്കിൽ അവന് പകരം ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യാം. അവൻ തിരിച്ചു വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ സ്നേഹിച്ചിരുന്ന, പിണങ്ങിപ്പോയ ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താഴത്ത് കമൻ്റ് ഇട്ടല്ലോ. ഇത് നിങ്ങൾ ആ പേപ്പറിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പേപ്പർ മടക്കിയിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുക. ഒരു 3 to 5 മിനിറ്റ്സോളം ഈ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇത് പില്ലോ കവറിനകത്തേക്ക് മടക്കി വെച്ചിട്ട് നിങ്ങൾ തല അതിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ. ഈ ഒരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ ഫോണൊന്നും എടുത്ത് നോക്കരുത്. ഇത് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇതിന് ശേഷം നേരെ സ്ലീപ്പിലോട്ട് പോവുക. ഇനി നെക്സ്റ്റ് ഡേ, രണ്ടാമത്തെ ദിവസവും ഈ പേപ്പർ എടുക്കുക. ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതൊന്ന് വായിക്കുക. എന്നിട്ട് മടക്കിയിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കാണാതെ പറയുക. ഒരു 3 to 5 മിനിറ്റ്സോളം റിപ്പീറ്റ് ചെയ്ത് പറയുക. മിനിമം ഒരു 21 തവണയോ 30 തവണയൊക്കെ റിപ്പീറ്റ് ആവുന്നത് വരെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയുക. എന്നിട്ട് ജസ്റ്റ് ആ പേപ്പർ വീണ്ടും മടക്കി പില്ലോക്കകത്ത് തന്നെ പ്ലേസ് ചെയ്യുക, പില്ലോ കവറിനകത്ത് തന്നെ പ്ലേസ് ചെയ്യുക. അത് തുടർച്ചയായിട്ട് നിങ്ങളൊരു 21 ദിവസം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. പിണങ്ങിപ്പോയ ആ വ്യക്തി നിങ്ങളെ വിളിക്കും, സംസാരിക്കും, മെസ്സേജ് അയക്കും, പഴയ പോലെ ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ഇത് എഴുതുക, പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ടിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വില്ലിങ് ആവുക. ആദ്യം ബേസിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം മലയാളം, ഇംഗ്ലീഷ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ PDF ആയിട്ട് അയച്ചു തരാം. ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ദ സീക്രട്ട് മലയാളം എന്നോ അല്ലെങ്കിൽ ദ സീക്രട്ട് ഇംഗ്ലീഷ് എന്നോ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ PDF അയച്ചു തരാം. ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക, ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈ ആക്ടിവിറ്റി ചെയ്യുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ രാവിലെ ആ വ്യക്തി കൂടുതൽ നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് കൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ അഫർമേഷൻ കൂടി പറഞ്ഞുതരാം. അത് ജസ്റ്റ് കണ്ണടച്ച് നമ്മൾ ഉണർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. 3 മിനിറ്റ്സ് പറഞ്ഞാലും മതി. അത് എല്ലാ ദിവസവും ആ തോട്ട് നമ്മുടെ മൈൻഡിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തി പെട്ടെന്ന് നമ്മളെ ചേസ് ചെയ്ത് ഇങ്ങോട്ട് വരും. നമുക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകും, നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കും. ആ ഒരു പവർഫുൾ തോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്ന് ടെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതുകൂടി ചെയ്യുക. 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ ടോപ്പിക്കുകളും പുതിയ ടെക്നിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.